ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇന്ന് രാവിലെ ഞാൻ ഇറച്ചിയൊക്കെ മേടിക്കാൻ വേണ്ടി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ 8 മണിയുടെ മുന്നേ പോയി. അങ്ങനെ ഇറച്ചിയൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് അങ്ങനെ അതെല്ലാം അങ്ങനെ വൃത്തിയാക്കിയിട്ട് വേണം ഇനി അടുപ്പത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെയും? കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഫോണൊന്ന് കേടായി. പിന്നെ ഞാനിപ്പോൾ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നുണ്ട് എന്നുള്ള ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ക്ലാസ് പോക്കും വീഡിയോ ചെയ്യാനും ഒന്നിനും എനിക്ക് സമയം കിട്ടുന്നേ ഇല്ല കേട്ടോ. പിന്നെ വീട്ടിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണി വേറെ ഒന്നുമല്ല, ബാത്റൂമിൻ്റെ പണികളും കാര്യങ്ങളും കുറേശ്ശെ ഇങ്ങനെ ഇളയച്ചന്മാർക്കൊക്കെ ഇങ്ങനെ ലീവ് കിട്ടുന്നതിനനുസരിച്ചൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മെറ്റൽ മണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കിടത്തലും അങ്ങനെ മണ്ണ് കിടത്തൽ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കിട്ടോ. അങ്ങനെ എല്ലാം കൊണ്ടും തിരക്കായിരുന്നു. പിന്നെ എനിക്ക് ഉച്ചയ്ക്കാണ് ക്ലാസ്, അപ്പോൾ അങ്ങനെ ക്ലാസ്സിന് പോകേണ്ട തിരക്കായിരിക്കും. പിന്നെ രാവിലെ വീട്ടിലെ ജോലികൾ തിരക്കായിരിക്കും. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചേച്ചിമാരുടെ ഒക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. പറ്റുന്ന പോലെയൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചേച്ചിമാർ കുറച്ച് പേരൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്, എന്താണ് വീഡിയോ ചെയ്യാത്തത്, എന്താണ് ലോങ് വീഡിയോ ഇടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ഓർക്കുന്നുണ്ട് എന്നുള്ളത് കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെല്ലാവരുടെയും ഓർമ്മയിൽ നിങ്ങളുടെ മനസ്സിലൊക്കെ നമ്മൾ ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ വളരെ സന്തോഷം കേട്ടോ. പിന്നെ മഴയൊക്കെ തുടങ്ങിയില്ലേ, നമ്മുടെ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവൂലേ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് പോയിട്ട് വരണം. പിന്നെ അതേപോലെ തന്നെ ഇനി കുഞ്ഞാറ്റേനെ സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേനും അവളെ അംഗൻവാടിയിലൊക്കെ വിടാനാവും കേട്ടോ. അപ്പോൾ 3 വയസ്സാവാറായിട്ടോ. 2 മാസം 2.5 മാസം 3 മാസം തയ്ച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ അവൾക്ക് സ്കൂളിലല്ല അംഗൻവാടിയിൽ പോകാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. മഴയാണ്, നല്ല മഴയും കാര്യങ്ങളും. അവൾക്ക് ഞാൻ ക്ലാസ് പോകുമ്പോൾ തന്നെ അവൾ അറിയാം എനിക്കും പോകണം അമ്മ കുളിക്കുന്നൊക്കെ അവൾ പറയും കേട്ടോ. അപ്പം മടി ഉണ്ടാവില്ല സ്കൂളിൽ പോകാനെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഇറച്ചി മേടിച്ചിട്ട് വന്നിട്ട് അങ്ങനെ ചോറൊക്കെ അടുപ്പത്തിടുക കേട്ടോ. അതാണ് നമ്മൾ ഈ ഡ്രസ്സൊക്കെ രാവിലെ മാറ്റിയിട്ട് ഞാൻ പിന്നെ അത് മാറ്റിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇനി പണിയൊക്കെ കുറച്ചായിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നല്ല മഴയും. അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നുറുക്കി തരാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അത് നന്നാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് ഏട്ടൻ വരും പറഞ്ഞിട്ടുണ്ട്, കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക്. ഏട്ടനിന്ന് പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ പോയി മേടിച്ചു കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ചാണ്ട് പോകണമെന്നേ ഉള്ളൂ, ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് നടക്കണം എന്നേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ റോട്ടിലേക്ക്. അപ്പോൾ അതെല്ലാം മേടിച്ചു കൊണ്ടുവന്നു. രാവിലെ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കി, പിന്നെ ചോറൊക്കെ അടുപ്പത്തിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എല്ലാം നന്നാക്കി വൃത്തിയാക്കി കഴുകി. ഇനിയിപ്പോൾ അതിലേക്ക് മസാലകളും കാര്യങ്ങളും കൂട്ടുകയാണ് കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇന്ന് സ്പെഷ്യലൊന്നും ഉണ്ടാക്കുന്നില്ല, ഇതന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി ഏട്ടനൊക്കെ ചോറ് കൊണ്ടുകൊണ്ട് വരികയാണെങ്കിലേ അപ്പോൾ കൊടുത്തു വിടാനും ഇതായാലോ എന്നൊക്കെ സൗകര്യമായാലോ എന്ന് വിചാരിച്ചിട്ടേ വേറെ ഇനി കറി ഉണ്ടാക്കണ്ടല്ലോ നാളേക്ക്, അത് വിചാരിച്ചിട്ട് ഞാനിന്ന് മേടിച്ചത് കേട്ടോ. ഏട്ടന് പണി കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ രാവിലെ ചോറ് കൊണ്ടുപോകണ്ടേ. അപ്പോൾ എന്തായാലും കറികൾ എന്തായാലും തലേ ദിവസം ഉണ്ടാക്കി വെക്കുന്നതല്ല, ഞാൻ അങ്ങനെ ഇട്ടോ ഉണ്ടാക്കി വെക്കാറ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ടും കേട്ടിട്ടും പറഞ്ഞിട്ടും എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാരണമാണ് നമ്മൾ ഇതുവരെയൊക്കെ എത്തിയതും. വീഡിയോസ് ഇടാൻ എനിക്ക് ഇടണം എന്നുണ്ട്, പക്ഷേ ഫോണൊക്കെ കേടായിട്ട് ഹാങ് ആയിപ്പോയി. എപ്പോഴാണ് ഫോൺ അടിച്ചു പോവാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളായതുകൊണ്ട് ഞാനിങ്ങനെ വലിയ ഒരു പരിക്ക് പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഫോണിനെ കൂടെ കൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചേച്ചിമാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ വീഡിയോസ് ഇട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ മോണിറ്റൈസേഷൻ ആയ ചാനലല്ലേ, എന്തിനാ വീഡിയോ ഇടാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു എന്നെ ചീത്ത പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ ശരിയാണ്, ഓരോരുത്തരും ചേച്ചി പറഞ്ഞ പോലെ മോണിറ്റൈസേഷനൊക്കെ ആയി കിട്ടാൻ ഓരോരുത്തർ എത്ര കഷ്ടപ്പെടുന്നു. അപ്പോൾ നിനക്ക് അത്രയും ആയി കിട്ടിയില്ല മോളെ, അപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി അതിലേക്ക് വേണ്ട കുറച്ച് കറിവേപ്പിലൊക്കെ പറിക്കാലോ പറഞ്ഞിട്ട് വന്നതാട്ടോ. കറിവേപ്പിലൊക്കെ നല്ല തഴച്ച് വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ കുറച്ച് വിറകൊക്കെ വെട്ടിക്കൊണ്ടെന്ന് വെക്കാലോ വിചാരിച്ചിട്ട് വിറകെടുക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ അമ്മേനോട് വീഡിയോ എടുത്തു തരാനൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് നല്ല മഴ കേട്ടോ, പെരും മഴ കേട്ടോ. തോട്ടിലൊക്കെ വെള്ളം വന്ന് ഇറങ്ങിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ മലയിൽ നിന്ന്. അപ്പോൾ ഇനി മഴ പെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും വെള്ളം ഇവിടെ എത്തും കേട്ടോ. അപ്പോൾ ഈ മഴയത്താണ് ഇപ്പോൾ ചോറും കറികളൊക്കെ വയ്ക്കുന്നത്. കറികൾ എന്ന് പറയാനല്ല, കറി മാത്രം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ക്ലാസ് ഇല്ല. ഇന്ന് ഞാനിത് ഞായറാഴ്ച എടുത്ത് വെച്ച വീഡിയോസാണ് കേട്ടോ. പിന്നെ നമുക്കത് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ സമയം ഒരുപാട്. പിന്നെ
പിറ്റേ ദിവസം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സിന് പോയി. പിന്നെ ഇവിടെ തുണി തോരയിടാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ടാർപ്പായൊക്കെ മേടിച്ച് കെട്ടാനും അതിനൊക്കെ സമയം തന്നെ വേണ്ടേ. മഴയത്ത് നമുക്കാണ് പുറത്തിറങ്ങാനൊക്കെ പറ്റൂല, അത്രയ്ക്ക് മഴ. അപ്പം അത് ഈ മഴയുടെ ഗ്യാപ്പിനനുസരിച്ച് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടേ. അപ്പം അങ്ങനെ തിങ്കളാഴ്ചയും ക്ലാസ്സിന് പോയില്ല, ഞായറാഴ്ച പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. പിന്നെ പോയത് ചൊവ്വാഴ്ചയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അന്നാണ് ഞാൻ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ കറിയൊക്കെ ആയി. ഇനി കുട്ടി ഇതാ പോയിട്ടുണ്ടാകും കേട്ടോ. ഇനി അവളിപ്പോൾ വരും.